क्योंकि खुदा ही खुद इस पृथ्वी में आकर पवित्र और निर्दोष है बोलकर खुदा ही मनुष्य का स्वभाव लेकर मनुष्य का धारण लेकर वो क्रूसिफाइड हुआ है. ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ ആ രൂപമെടുത്ത് ആ നിർമ്മലവും വിശുദ്ധമായ യാഗമായി തീരുവാനിടയായി. कई लोग बोलते हैं हमारे महाराष्ट्र साइड में ये बात करने के बाद नहीं खुदा अलग है ये अलग है मगर उनका देवत्व एक है. അപ്പോൾ മഹാരാഷ്ട്ര ഞങ്ങളുടെ സ്ഥലത്ത് ഈ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അനേകർ പറയാറുണ്ട് ദൈവം വേറെയാണ്, ഇത് ഈ യേശു കർത്താവ് വേറെയാണെന്ന് പറയാറുണ്ട്. പക്ഷേ യേശു കർത്താവ് തന്നെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതാണ് യേശു കർത്താവ്. उनका देवत्व एक है. इब्री में ऐसा लिखा है कि एलोहिम. അപ്പം ദൈവം ഒന്നാണ് തന്നിൽ. നാം ജനസിസ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഉൽപ്പത്തി വായിക്കുമ്പോൾ നാം ആദ്യത്തെ വാക്യം ദൈവത്തെക്കുറിച്ച് പറയുന്ന പദം എലോഹിം, അതൊരു പ്ലൂറൽ വാക്കാണ് ഉപയോഗിക്കുന്നത്. उत्पत्ति के पुस्तक पहला अध्याय में एलोहिम कहा है सृष्टि के रचने के टाइम पर. സൃഷ്ടി ആദ്യം ദൈവം ചെയ്തപ്പോൾ ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കിന് എലോഹിം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. हमारे भारत देश में एक वचन अनेक वचन रहता है. അപ്പോൾ നമ്മുടെ ഭാരതദേശത്തിലും സിംഗുലർ വാക്കുകളുണ്ട്, പ്ലൂറൽ വാക്കുകളുണ്ട്. मगर इजराइल लोगों के लिए एक वचन अनेक वचन उससे बढ़कर और एक वचन है. ഇസ്രായേൽ ജനത്തിൻ്റെ അവരുടെ ഭാഷയിൽ സിംഗുലറായിട്ടുള്ള വാക്കുണ്ട്, പ്ലൂറലായിട്ടും അതിന് കടന്ന വേറെ വാക്കുമുണ്ട്. हेल मतलब एक. ഹെൽ എന്ന് പറഞ്ഞാൽ ഒന്നെന്നർത്ഥം. हेल्लाह मतलब दो. ഹെലാഹ എന്ന് പറഞ്ഞാൽ രണ്ടെന്നർത്ഥം. एलोहिम हिम मतलब दो से बढ़कर तीन या चार भी हो सकता है. എലോഹിം ഹിം എന്ന് വരുമ്പോൾ രണ്ടിൽ അധികം എന്ന് അർത്ഥം. हिम मतलब हिम मतलब लू में इसमें आता है. लू मतलब दो से बढ़कर तीन भी. അപ്പൊ ഈ എലോഹിം എന്ന വാക്ക് ഹിംന്ന് ആ ശബ്ദം വരുമ്പോൾ രണ്ടിൽ അധികം എന്നുള്ള അർത്ഥം വരുന്നു. सृष्टि के रचने के टाइम पर तीनों भी है. അപ്പൊ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവും സൃഷ്ടിയിൽ ഉണ്ടായിരുന്നു. पिता भी है, പിതാവുണ്ട്, पुत्र है, പുത്രനുണ്ട്, पवित्र आत्मा है. പരിശുദ്ധാത്മാവുണ്ട്. तीनों मिलकर उनका देवत्व एक है. അപ്പൊ ട്രിനിറ്റി 3 in 1 ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് ദൈവം തന്നെ. वो सृष्टि के रचने के टाइम पर तीनों भी है. അപ്പൊ സൃഷ്ടി തുടങ്ങുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു. फिर सृष्टि के रचने के टाइम पर पुत्र है ना, वही पुत्र उसमें से जो देवत्व है ना, पुत्र ही मतलब खुदा ही हमें पवित्र और निर्दोष होने के लिए इस पृथ्वी पर आया है. അപ്പൊ പുത്രനായ ദൈവം परमेश्वर था वचन को ने जॉन चैप्टर 1 वर्स 1 में वचन किसके बारे में लिखा है? അപ്പൊ വചനം ദൈവമാണെന്ന് പറയുമ്പോൾ ആരെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്? यीशु मसीह के बारे में लिखा. യേശു കർത്താവിനെയാണ് ഇവിടെ ये പ്രദർശിപ്പിച്ചത്. यूनिवर्सल क्रिएट में ये यीशु मसीह भी है. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ യേശു കർത്താവും അവിടെ യേശു കർത്താവിന്റെ സാന്നിധ്യം അവിടെ ये ഉണ്ടായിരുന്നു. यूनिवर्सल क्रिएट में यहोवा भी है. പിതാവായ ദൈവം ഉണ്ടായിരുന്നു, ये यूनिवर्सल क्रिएट में पवित्र आत्मा भी है. പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു. तीनों भी है. ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. उनका देवत्व है क्या? ദൈവത്വത്തെ അവിടെ കാണിക്കുന്നു. मगर व्यक्तित्व तीन है. പക്ഷെ ആ വ്യക്തിത്വം മൂന്നാണ്. पुराने नियम में यहोवा ने काम किया है. പഴയ നിയമത്തിൽ യഹോവയായി ദൈവം പ്രവർത്തിച്ചിരുന്നു. शुभ वर्तमान में यीशु मसीह काम किया है. സുവിശേഷത്തിന്റെ തുടക്കത്തിൽ പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ യേശു കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. पत्रिका के टाइम में पवित्र आत्मा काम किया है और अभी भी काम कर रहा है. അപ്പോസ്തലരുടെ കാലത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. बाइबल तीनों भाग में से पढ़ना चाहिए. അത് ബൈബിൾ വചനം പഠിക്കുമ്പോൾ മൂന്ന് ആ തിരിച്ചറിവോടുകൂടെ നാം പഠിക്കണം. एक पुराने नियम, ആ മൂന്ന് ഭാഗമായിട്ട് നാം വചനത്തെ പഠിക്കണം. പഴയ നിയമം, पुराने नियम में यहोवा के बारे में कहा गया है.
പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെക്കുറിച്ച് അധികമായി പറയുന്നു. यहोवा मसीह को भी ही दिखा रहा है, पवित्र आत्मा को भी दिखा रहा है. അപ്പോൾ യഹോവയായ ദൈവം എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അടങ്ങിയതാണ്. शुभ वर्तमान में പുതിയ നിയമത്തിൽ यीशु मसीह के बारे में लिखा है. യേശു കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. यीशु मसीह यहोवा का भी दिखा रहा है, पवित्र आत्मा को भी दिखा रहा है. യേശു കർത്താവ് നമ്മൾ നോക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് തന്നെയാണ്. पत्रिका में पवित्र आत्मा के बारे में लिखा है. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ पवित्र आत्मा भी यहोवा को भी दिखा रहा है, यीशु मसीह को भी दिखा रहा है. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. उनका देवत्व है कि അവരുടെ ദൈവത്വം ഒന്നാണ്. तीनों व्यक्तित्व से काम कर रहे हैं. എന്നാൽ മൂന്ന് വ്യക്തികളായി അവർ പ്രവർത്തിക്കുന്നു. This is our Elohim God. നാം സേവിക്കുന്ന എലോഹിം ദൈവം, നാം സേവിക്കുന്ന കർത്താവ്.